ജീവിതം സ്വസ്ഥവും ധന്യവും സമാധാനപൂർണവുമാകാൻ നടത്തുന്ന പൂജയാണ് ഉമാമഹേശ്വര പൂജ. ശിവപാർവതിമാരെ മനസ്സിലങ്ങ് ധ്യാനിക്കുക രണ്ടുപേരും. ദാ മഹാദേവനെയും ശ്രീപാർവതിയെയും മനസ്സിൽ പ്രാർത്ഥിച്ച ശേഷം ആ പൂക്കൾ അങ്ങോട്ട് അർപ്പിക്കുക. ഇനി ശ്രീപരമേശ്വരനെയും ശ്രീദേവിയെയും മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങളുടെ വസ്ത്രങ്ങളുടെ തുമ്പുകൾ പരസ്പരം കൂട്ടിക്കെട്ടുക. ഇനി പരസ്പരം നെറ്റിയിൽ ഭസ്മവും ചന്ദനവും തൊട്ടുകൊടുക്കുക. അതും ശിവപാർവതിമാരെ ധ്യാനിച്ചുകൊണ്ട്. ഇനി അടുത്ത 7 ജന്മവും നിങ്ങൾ വേർപിരിയാതെ ഒന്നു ചേർന്നിരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ മീനാക്ഷിക്ക് കാർത്തിക് സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തണം. സീമന്ത സിന്ദൂരം നിങ്ങൾ നെറ്റിയിലും ഇടനെഞ്ചിലും പ്രസാദം തൊടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വികാരമണ്ഡലത്തിലും ബുദ്ധിമണ്ഡലത്തിലും ദൈവത്തെ പ്രതിഷ്ഠിക്കുന്നു. എന്നതുപോലെ സീമന്തിനിയായ പെണ്ണ് തന്റെ ബൗദ്ധിക മണ്ഡലത്തിൽ സ്വഭർത്താവിനാലെ ചാർത്തുന്നതാണ് സീമന്ത സിന്ദൂരം.
ACP, ഇപ്പോ ഓർക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ചാർത്തി കൊടുത്ത സിന്ദൂരത്തിന്റെ മഹത്വം മനസ്സിലാക്കാത്തവരെ പിന്നീട് ഓർക്കരുത്. ആ പറ സാറേ. ആ ഇവിടെ എന്റെ വീട്ടിൽ വെച്ചാ ചടങ്ങുകളൊക്കെ കൃത്യമായിട്ട് വരുമല്ലോ അല്ലേ? അതെന്ത് ചോദ്യാ സാറേ? സാറ് വിളിച്ചാൽ ഞങ്ങൾ വരാതിരിക്കുവോ? ആ അനിയ ഒറ്റയ്ക്ക് വന്നാ പോരാ, അനിയത്തി മൈതിൽ കുട്ടിയെ കൂടെ കൂട്ടിക്കോളണം. തീർച്ചയായും ഞങ്ങൾ ഒരുമിച്ചേ വരൂ. സന്തോഷം, ഞാൻ കാത്തിരിക്കും. എന്നാ പിന്നെ വയ്ക്കട്ടെ. ആ ശരി സാർ. ഇതെന്താ വല്ലാത്തൊരു സന്തോഷം. എന്താ കാര്യം? നമ്മുടെ സ്വാമിനാഥൻ സാറിന്റെ ബർത്ത്ഡേ. അതിന് അയാളുടെ ബർത്ത്ഡേക്ക് നമ്മൾ എന്ത് വേണം? ഇടീ എന്താ മൈഥിലി ഇങ്ങനെ? അദ്ദേഹം ബർത്ത്ഡേക്ക് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്. നമുക്കേ സാറിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൂടെ വാങ്ങിച്ചിട്ട് വേണം പോവാൻ. അയാളുടെ ബർത്ത്ഡേക്ക് നമ്മളെയൊക്കെ ക്ഷണിക്കുന്ന എന്തിനാ? ഇടീ അത് അയാൾക്ക് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ? പിന്നെ ഇഷ്ടം എന്തായാലും നമുക്ക് പോണം. ഞാനൊന്നും വരുന്നില്ല, നീ അങ്ങ് ഒറ്റയ്ക്ക് പൊയ്ക്കൊണ്ടാ മതി. ഒറ്റയ്ക്കൊന്നും പോകുന്നില്ല, നീയും കൂടെ വരണം. വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലീ സ്ഫുരത്താരാനായക ശേഖരം സ്മിതമുഖീം ആപീനവക്ഷോരുവാണിഭ്യാമളി പൂർണ്ണരത്നചഷകം രക്തോൽപലം ബിഭ്രതി സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത്പരാമംബികാം സകുങ്കുമവിലേപനാ എന്താ മോളെ, അവൻ വന്ന് മുറ്റത്ത് പേടിച്ച് നിൽക്കുക. ജയരാമൻ. ആരെ പേടിച്ച്? അവന്റെ അമ്മയെ പേടിച്ചു, അല്ലാതെ വേറെ ആരെ അവൻ പേടിക്കുക? ഈ അമ്മയ്ക്ക് ഏട്ടനോടുള്ള പക നിർത്താറായില്ലേ? അച്ഛൻ അമ്മയെ കൺട്രോൾ ചെയ്ത് നിർത്തിയാൽ മതി. ഞാൻ പോയി വല്യേട്ടൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. വല്യേട്ടൻ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? അകത്തേക്ക് വരുന്നില്ലേ? വേണ്ട മോളെ, അവിടെ നല്ലൊരു ചടങ്ങ് നടക്കുക, ദൈവകാര്യം. അതിനിടയിലേക്ക് ഞാൻ വന്നൊരു ശല്യമാവുന്നില്ല. അമ്മയ്ക്ക് എന്നെ കണ്ണെടുത്ത കണ്ടുകൂടാ. ഞാനവിടെ വന്ന നല്ലൊരു ചടങ്ങ് അലങ്കോലമാവും. വെറുതെ എന്തിനാ? ഞാനിവിടെ നിന്നോളാം. അതൊന്നും പറ്റില്ല. വല്യേട്ടൻ അങ്ങോട്ട് വാ. അമ്മ പറയുന്നൊന്നും കാര്യമാക്കണ്ട. അമ്മയല്ലേ, സ്നേഹ കൂടുതൽ കൊണ്ടാണെന്ന് കരുതിയാ മതി. വല്യേട്ടൻ വാ. ദേ, ഒന്നാമത് ജഗദീഷേട്ടനും രാമേട്ടനും ഇവിടെ ഇല്ല. അപ്പോ ഏട്ടൻ വേണം അവിടെ. വന്നേ.
അങ്ങനെ അകത്തേക്ക് ക്ഷണിച്ചു. നാളത്തെ പൂജയ്ക്കുള്ള തേൻ കാട്ടിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി സംഘടിപ്പിക്കണം. കാട്ടീന്നോ? ആ, അതിന് കൊടുംവനത്തിലൊന്നും പോകണ്ട. ദേ, 1/2 കിലോമീറ്റർ അപ്പുറത്ത് മേപ്പാടി കാടുണ്ട്. അവിടെ കിട്ടും അസൽ കാട്ടുതേൻ. അയ്യോ, ആ കാട്ടിൽ മുള്ളംപന്നി മൂർക്കം പാമ്പും ഒക്കെ ഉണ്ട്. പാമ്പിനെയൊക്കെ സൂക്ഷിക്കണം. പൂക്കൾ ഇറുക്കാൻ പോയപ്പോ ACPയുടെ നേരെ ഒരു പാമ്പ് പത്തി വിടർത്തി അടുത്തതാ. ഞാൻ ഓടിച്ചെന്നപ്പോ പാമ്പ് ഇങ്ങോട്ടും എഴഞ്ഞു പോയി കളഞ്ഞു. പിന്നെ പാമ്പ്, ഇതൊക്കെ ഇവളുണ്ടാക്കുന്ന നുണകളാ. പാമ്പ് പോലും. പാമ്പിനെ ഞാൻ നേരിട്ട് കണ്ടതാ. പിന്നെ നീ നേരിട്ടങ്ങ് കണ്ടു. അവൾക്ക് എന്തിനു വെറുതെ നുണ പറഞ്ഞിട്ട്? പാമ്പുകൾ എല്ലായിടത്തും ഉണ്ട്. ഇവിടെയും ഉണ്ടല്ലോ ചില ഉഗ്രം പാമ്പുകൾ. മോള് പറഞ്ഞപ്പോഴാ മറ്റൊരു കാര്യം ഓർത്തത്. ഇവിടെ പരിചയമില്ലാത്ത ഒരുത്തിനെ കണ്ടല്ലോ. അതാരായിരുന്നു? അപ്പോ നാളത്തെ പൂജയ്ക്ക് നിങ്ങൾ കാട്ടുതേനുമായി വരണം. ഉറങ്ങിക്കോ എന്റെ പൊന്ന്, ഉറങ്ങിക്കോ. അമ്മ ഫാൻ ഇട്ട് തരാം. അമ്മയോ? ഞാനോ? അയ്യോ, ഈ ഫാൻ മുഴുവൻ പൊടിയാണല്ലോ. ഇതാ ജലദോഷം മാറാത്തത്. ദൈവമേ, പാവന്റെ കുഞ്ഞ്. ഈ ഫാനിലെ പൊടി ഒന്ന് തുടച്ചു കളയാം. മീനാക്ഷി, മീനാക്ഷി
ഞാൻ ഓടി വന്ന് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ കുഞ്ഞിന്റെ അമ്മയുടെ കൈ ഒടിഞ്ഞേനെ. ഈ അമ്മയുടെ. ആ, നാളെ നമ്മൾ കാട് കയറുന്നുണ്ട്. എവിടെ? പഞ്ചവടിയിലേക്കാണോ? അല്ല, മേപ്പാടി കാട്ടിലേക്ക്. കാട്ടുതേനെടുക്കാൻ. ഇന്ന് പൂക്കളിറക്കാൻ പോയപ്പോ പാമ്പിനെ കണ്ടു, മുതലേ കണ്ടു എന്നൊക്കെ പച്ച നുണകൾ തട്ടിവിട്ടതുപോലെ. നാളെ എന്തൊക്കെയാ പറയാൻ പോകുന്നത്? കാട്ടുപോത്തും കരടിയും കൂടി കൊല്ലാൻ വന്നു, കടുവ വിഴുങ്ങാൻ വന്നു, അങ്ങനെ എന്തെല്ലാം തരം നുണകളായിരിക്കും നാളെ. ഞാൻ പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞത് നുണയല്ല, സത്യമായിരുന്നു. ഓ പിന്നെ സത്യം. നുണ പറയാൻ നിന്നെപ്പോലെ എക്സ്പേർട്ടായ വേറൊരാളെയും ഞാൻ കണ്ടിട്ടില്ല. പറഞ്ഞിട്ട് പ്രയോജനമില്ല. എന്റെ പൊന്നു മോളെ, നിന്റെ അച്ഛൻ തനി പോലീസുകാരനാ. ഇങ്ങേര് നേര് പറഞ്ഞാലൊന്നും വിശ്വസിക്കില്ല. അല്ല, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കെന്താ? ആ, ഞാൻ പാമ്പിനെ കണ്ടു എന്ന് പറയുന്നത് സത്യമാണേ. ഇനി ചിലപ്പോ ഇവള് പറഞ്ഞത് സത്യമായിരിക്കും. മാറിക്കേ, എനിക്കൊന്ന് ഉറങ്ങണം. ഇതെന്താ അട്ടയോ? അതെ, മെത്തയില്ലാത്ത അട്ട. മീനാക്ഷിയെ കാണുന്നില്ലല്ലോ. ജേട്ടന് ഈ ഫുഡ് ആര് കൊണ്ടുവന്ന് കൊടുക്കും? അവളെ പോയി വിളിച്ചാലോ? ഓ, അത് ചിലപ്പോ സാവിത്രിക്കും കാർത്തിക്കും ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. വേണ്ട, ഞാൻ തന്നെ കൊണ്ടു കൊടുക്കാം. ഉറങ്ങിക്കോട്ടെ, പാവം, വിളിക്കണ്ട. എന്റെ ജീവൻ രക്ഷിച്ച കയ്യായത്. പോയേക്കാം.
ലക്ഷണം കൊണ്ട് ആരോ വന്നു. മോളാണോ ദേവിയാണോ? മോളാണെങ്കിൽ വിളിച്ചുണർത്തിയനെ. ദേവിയായിരിക്കും.